ഏകദേശം 200 വർഷം പഴക്കമുള്ള ഒരു അമ്പലത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലല്ല, അങ്ങ് ഗൾഫിൽ. എന്നാൽ അങ്ങനെ ഒരു അതിശയമുണ്ട്. ഗൾഫ് രാജ്യമായ ബഹ്റിനിൽ അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്. ഇന്ന് നമ്മൾ ആ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗൾഫ് രാജ്യമായ ബഹ്റിൻ്റെ തലസ്ഥാനമായ മനാമയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ക്ഷേത്രമായ ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ശ്രീനാഥ്ജി ക്ഷേത്രം എന്നാണ്. ഇതിൻ്റെ ഒരു കഥ എന്തെന്നാൽ, ശ്രീകൃഷ്ണ ഭഗവാന്റെ 7 വയസ്സുള്ള ഒരു കുട്ടിയുടെ രൂപമാണ് ശ്രീനാഥ്ജി എന്ന് പറയപ്പെടും. ഈ ക്ഷേത്രത്തിൻ്റെ മുഖ്യ വഴിപാടെന്ന് പറയുന്നത് പുഷ്പങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ പുഷ്പങ്ങളെല്ലാം നമുക്ക് ഈ ക്ഷേത്രത്തിന് തൊട്ട് മുൻപിൽ തന്നെ 2 ചെറിയ കടകളുണ്ട്, അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. രണ്ടാ ചെപ്പല എവിടെയാ? അകത്തോടാണ് മോനിവിടെ ചെരിപ്പൂരി കേട്ടോ. ഇന്ന് പൊതുവെ ആളുകൾ കുറവായിരുന്നു. ഇത് വിശേഷ ദിവസങ്ങളൊക്കെ ആകുമ്പോൾ നല്ല ഭക്തജന തിരക്ക് ഇവിടെ അനുഭവപ്പെടാറുണ്ട്. പിന്നെ ഈവനിങ്ങിലും നല്ല ജനത്തിരക്ക് ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ചെല്ലുന്ന സമയത്ത്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഗൈസ് ഇതിൻ്റെ പ്രതിഷ്ഠയും പൂജയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പുറത്ത് വരെയുള്ള വീഡിയോ കാണിക്കുന്നുള്ളൂ. പിന്നീട് അതിൻ്റെ പുറത്ത് ഇറങ്ങിയിട്ടുള്ള വീഡിയോ ഉണ്ട് നമ്മളിനി കാണിക്കുന്നത്. ഇതാണ് നമ്മൾ എൻട്രി, ഇതിൻ്റെ അകത്തേക്ക് കയറുന്ന ഒരു വാതിലാണത്. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഒരു മുറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുറ്റത്ത് തന്നെ വേറെ പ്രതിഷ്ഠകളുണ്ട്. ശിവനും പാർവതിയുടെ പ്രതിഷ്ഠയുണ്ട്, പിന്നെ അതേപോലെ ഗണപതിയുടെ ഉണ്ട്, അങ്ങനെ കുറേ പ്രതിഷ്ഠകളുണ്ട്. പിന്നീട് നമ്മൾ അതിൻ്റെ നോട്ടീസ് ബോർഡ് നോക്കുമ്പോൾ അതിൽ കഴിഞ്ഞു പോയ കുറേ വിശിഷ്ട ദിവസങ്ങളിലെ ഫോട്ടോസും പിന്നെ പല പല രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വിസിറ്റ് ചെയ്തവരുടെയൊക്കെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ കൂട്ടത്തിൽ കണ്ട ഈ ഒരു ഫോട്ടോയാണ് നമ്മൾ ആകർഷിച്ചത്. നമ്മുടെ ഇന്ത്യൻ കൊടിയും ബഹ്റിൻ്റെ കൊടിയും, അതൊരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ ഗൈസ്. അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങി. എന്നിട്ട് ഇനി നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ അതിൻ്റെ മുറ്റത്തുള്ള പ്രതിഷ്ഠ, എവിടെയാണ് ശിവനും പാർവതിയുടെയൊക്കെ പ്രതിഷ്ഠ വരുന്നത്. അങ്ങനെ അവിടെയും പോയി നമ്മൾ തൊഴുതിട്ട് പിന്നീട് നമ്മൾ ഇതിന് വലം വെച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിലുണ്ടല്ലോ, ഇന്ത്യയുടെയൊക്കെ വിഭജനത്തിന് മുന്നേ സിദ്ധിൽ നിന്ന് കുടിയേറിയ തട്ടായി ഹിന്ദു സമൂഹമാണ് 1817 ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വരുന്നവർക്ക് വാഹനം പാർക്ക് ചെയ്യുന്നതിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇത് കുറച്ച് അകത്താണ് അമ്പലം, അതുകൊണ്ട് തന്നെ നമുക്ക് വാഹനം പാർക്ക് ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നം ഈ വാഹനം, അതായത് ഈ കാറിലൊക്കെ വരുന്നവർക്കാണെങ്കിൽ കാറൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും വിശേഷ ദിവസങ്ങളിൽ ഇവിടെ നല്ല ഭക്തജനർക്ക് അനുഭവപ്പെടാറുണ്ട്. മരം പിടിക്കാമല്ലോ, ഞാൻ അങ്ങനെ ചുമ്മാ ഓടിച്ചു വിട്ടാൽ മരച്ച് തന്നിട്ട് അവർ ഓടിപ്പോക്കോളൂ. ഞാൻ ചെന്നായിടാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും ബഹ്റിലുള്ള മറ്റൊരു വീഡിയോസായിട്ട് നമുക്ക് ഉടനെ കാണാം. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.